എല്ലാ ഘടകങ്ങളിലും സഖാക്കൾക്ക് എല്ലാ അഭിപ്രായങ്ങളും എന്നും പറയാം പറഞ്ഞിട്ടുണ്ട്. CPI ബോധപൂർവം ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണ്. പാർട്ടിക്കുള്ളിൽ എല്ലാ ഘടകങ്ങളിലും സഖാക്കൾക്ക് ഏത് അഭിപ്രായവും പറയാം, നിർഭയം പറയാം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശൈലിയായിട്ട് ഞങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ആ ശൈലി ശരിയാണ്, നല്ലതാണത്. ഡസനിലധികം മന്ത്രിമാരാണ് CPM-ൻ്റെ ഭാഗത്തുനിന്ന് തോറ്റത്. പക്ഷേ CPI-യുടെ ഭാഗത്തുനിന്ന് മത്സരിച്ച 3 ആൾക്കാർ ജയിച്ചു. മെച്ചപ്പെട്ട പ്രകടനം CPI-യുടേതാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. ആളുകളോട് നന്നായി പെരുമാറിയതിൻ്റെ ഗുണമാണെന്നും പറയുന്നുണ്ട്. അത് ശരിയാണോ? ഇല്ല, അതിൽ ഈ പൊതുവെ ഉണ്ടായ വലിയൊരു പരാജയത്തിനിടയ്ക്ക് CPI-യുടെ 4 മന്ത്രിമാരിൽ 3 പേരും ജയിച്ചു എന്ന കാര്യം CPI വളരെ അഭിമാനപൂർവ്വം കാണുന്നു. അതൊരു സമീപനത്തിലെ ഒരു മാറ്റത്തിൻ്റെ അല്ല, 2 പാർട്ടികളല്ലേ, 2 പാർട്ടികൾക്ക് 2 പരിപാടികളുണ്ട്, 2 നയമുണ്ട്, 2 രീതികളുണ്ട്, 2 സംസ്കാരവുമുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാം ഒന്നിപ്പിക്കുന്നത് ഞങ്ങളുടെ ഇടതുപക്ഷ ബോധമാണ്. അതിന് ഞങ്ങൾ ശക്തിപ്പെടുത്തും. അതിൻ്റെ നിർവഹണത്തിൽ പറ്റിയ പാളിച്ച ഏത് പാർട്ടിക്കായാലും അത് തിരുത്തുമ്പോഴത്തേക്കും ഒരു കേമത്വമൊന്നും ആരും പറയണ്ട. ആരും ആരെക്കാളും കേമന്മാരൊക്കെ നോക്കുകയും വേണ്ട. CPI-ക്ക് കേമത്വബോധമില്ല. ഈ മുഖ്യമന്ത്രി ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ആരോ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി കസേരയെ 3 മുറിക്കാൻ പോവുകയാണ്. ശരിയാണോ? എനിക്കറിയില്ല, ഞാൻ കേട്ടു. അങ്ങനെ 3 മുറിച്ചാൽ എങ്ങനെ മുറിക്കും? അതിന് അനുവാദം എന്താണ്? അതെല്ലാം ആരാ പറയേണ്ടത്? എന്തായാലും എല്ലാവരും ചിരിക്കും. 3 പേരുകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതെ, 3 പേർക്ക് വേണ്ടി 3 കസേര ഉണ്ടാക്കാൻ നോക്കുന്നു കേൾക്കുന്നു ഞാൻ. ആരായാലും ചോദ്യങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ട് വളരെ പക്വമായതാണ് ചോദിക്കുന്നത്. ഇതുപോലുള്ള ഈ ഒരു ചിത്രം പുറത്തു വരുന്നിരുന്നു. അതായത് നിരീക്ഷകർ നാട്ടിലെത്തി ആരൊക്കെയാണ് മുഖ്യമന്ത്രി ആണെന്നുള്ള കാര്യം MLA-മാരുടെ അഭിപ്രായം ചോദിച്ച് അതെല്ലാം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. അല്ല, അതിലൊന്നും ഇത്തരത്തിൽ അവരുടെ നിലപാട് അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ട് ഇതെല്ലാം കാണുന്നു എന്നുള്ളൊരു ചർച്ച കൂടി വരുന്നു. ലീക്കായതും ലീക്കാകാത്തതും ഈ ചർച്ചയും സംവാദവും ഫ്ലക്സും ക്യാമ്പയിനിങ്ങും എല്ലാം കോൺഗ്രസിന്റെ കാര്യമാണ്. അതാണ് കോൺഗ്രസ്. ഇങ്ങനെ തോൽവികളുടെ ഘട്ടങ്ങളിലാണ് പാർട്ടികളിലും നേതൃമാറ്റ ചർച്ചകളൊക്കെ വരാറ്. അപ്പോൾ അങ്ങനെ CPI-ലും ചില ആവശ്യങ്ങൾ ഉയർന്നു എന്നൊക്കെ ചില വാർത്തകൾ ഗൗരവമായിട്ട് വന്നിട്ടില്ല. നേതൃമാറ്റത്തെ വിഷയങ്ങളൊന്നും CPI-ക്ക് വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ CPI-ക്കകത്ത് ഒറ്റ നേതാവിനും കടിച്ചു തിന്നാൻ താല്പര്യം ഉണ്ടാകില്ല. ഒരു നേതാവിനും. CPI-യെ പറ്റി ഞാൻ പറയുന്നു, സെക്രട്ടറി അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ചർച്ചകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ആ ചർച്ചകളുടെ ഫലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ നല്ലത് നേതാവിൻ്റെ മാറ്റമാണെങ്കിൽ അതും പാർട്ടിക്കകത്തുണ്ടാകും. അത് സെക്രട്ടറിക്ക് പറയാൻ യാതൊരു മടിയുമില്ല. പക്ഷേ ആ അന്തരീക്ഷം CPI-ക്കകത്തില്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം CPI രാഷ്ട്രീയത്തിൻ്റെയും നിലപാടിൻ്റെയും CPI സംസ്കാരത്തിൻ്റെയും എല്ലാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് CPI സെക്രട്ടറി പ്രവർത്തിക്കുന്നതെന്നാണ് എൻ്റെ ബോധ്യം. ഞാനാണ് എൻ്റെ ബോധ്യം. അതല്ല എന്ന് പാർട്ടി ഒന്നിച്ച് പറഞ്ഞാൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.